കാസർഗോഡ് കോവിഡ് കാലത്ത് ടാറ്റ കമ്പനി ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയ കണ്ടെയ്നറുകൾ ഇനി കഞ്ഞിപ്പുരകളാകും. 125 കണ്ടെയ്നറുകളാണ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളിൽ കഞ്ഞിപ്പുരകളാക്കുക. ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാൽ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള മാർഗം കൂടിയാണ് പുതിയ തീരുമാനം. രാജ്യത്ത് കോവിഡ് രോഗികൾ കൂടിയ ജില്ലയായി കാസർഗോഡ് മാറിയപ്പോഴായിരുന്നു ടാറ്റയുടെ ഇടപെടൽ. 60 കോടി രൂപ സാമൂഹിക സുരക്ഷാ ഫണ്ടിൽ നിന്ന് അനുവദിച്ചാണ് ആശുപത്രി നിർമ്മിച്ചത്. ഇതിനായി സർക്കാർ 4.12 ഏക്കർ ഭൂമി നൽകി. 5000 കോവിഡ് രോഗികളെ ചികിത്സിച്ച ആശുപത്രി കോവിഡ് മുക്തമായതോടെയാണ് ജില്ലയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനമുണ്ടായത്. 33 കോടി രൂപ ചെലവിൽ ജില്ലാ ആശുപത്രിയുടെ ഭാഗമായ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇവിടെ ആരംഭിക്കാനാണ് തീരുമാനം. ഇതിന് പിന്നാലെയാണ് ആശുപത്രിയായിരുന്ന 125 കണ്ടെയ്നറുകളിൽ ചോർന്നൊലിക്കുന്ന 11 ഒഴിവാക്കി ബാക്കി സ്കൂളുകളിലെ കഞ്ഞിപ്പുരകളാക്കാൻ തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് അവരുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് ഞങ്ങളുടെ ചെലവിൽ സ്കൂളുകളിൽ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന 16 സ്കൂളുകളിലായിട്ട് നിർമ്മിതമായിട്ട് അത് കൊണ്ടുപോകും. അത് കൊണ്ടുപോയി ആ സ്ഥലം അവിടെ ക്ലിയർ ആയി കിട്ടും. അങ്ങനെ അവിടെ പുതിയ കെട്ടിടം അവിടെ പണിയാൻ പറ്റും. കണ്ടെയ്നറുകൾ ഒഴിവാകുന്നതോടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം ലഭിക്കും. 1 വർഷം കൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 24 കാസർഗോഡ്.